അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20ാമത്തെ ചോദ്യം. 20th ക്വസ്റ്റ്യൻ എന്താണ്? ദി ഡയഗണൽസ് എ സി ആൻഡ് ബി ഡി ഓഫ് ട്രപ്പീസിയം എ ബി സി ഡി. ട്രപ്പീസിയാണ് തന്നിട്ടുള്ളത് അല്ലേ? ട്രപ്പീസിയം ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 4 ട്രയാങ്കിൾസ്. ഈ ഒരു ട്രപ്പീസിയത്തിനെ 4 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി പി നടുക്കത്തെ പോയിന്റ് പി ആണ്. എ ബി പി ഈസ് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി പി ഈസ് 3 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 12 സെൻറ്റിമീറ്റർ. ഓക്കെ. ആൻഡ് ചോദ്യം എന്താണ്? വിച്ച് ട്രയാങ്കിൾ ഇൻ ദ ഫിഗർ ഹാസ് ഏരിയ ഈക്വൽ ടു ദി ട്രയാങ്കിൾ എ പി ഡി. എ പി ഡി എന്ന ട്രയാങ്കിളുമായിട്ട് ഈക്വൽ ആയിട്ടുള്ള ഏരിയ വരുന്നത് വേറെ ഏത് ട്രയാങ്കിൾ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം അല്ലേ? എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ഒരേ ആംഗിൾ ആയിരിക്കും. അതേ സമയത്ത് എന്താണ്? എ പി ഡിയും സി പി ബിയും ഒരേ ആംഗിൾ വരുന്നത് കൊണ്ട് തന്നെ എത്രയായിരിക്കും? ഇത് കണ്ടോ, ഇവിടെ ഒരേ സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതേപോലെ തന്നെ ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതറാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രയാങ്കിൾ എ ഡി പിയും സി പി ബിയും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ബി എന്താണ് ചോദിക്കുന്നത്? ബി ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് പറഞ്ഞത്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ഡി. എ പി ഡി എന്ന ട്രയാങ്കിളുടെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. 4 സൈഡും വെച്ചിട്ട് എത്രയാണ്? 4ഉം 3ഉം ആണ്. ആ രീതിയിൽ 3 സെൻറ്റിമീറ്റർ ആണ് ഈ ട്രയാങ്കിളുടെ. അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിളുടെ ഏരിയ ഹാഫ് എ പിപ്സ് ബി എന്ന് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു 4 × 3 + 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 12 + 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ടോട്ടൽ ഏരിയ? ഈ രണ്ട് ഏരിയ ഇപ്പോൾ ഇവിടെ 6 ആണ്, ഇവിടെയും എത്രയാണ്? 6 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 6 6 12ആയി. 12ഉം 12ഉം ബാക്കിയുള്ള ടോട്ടൽ ഏരിയയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. 12ഉം 12ഉം 24, 24 3 27. ടോട്ടൽ ഏരിയ എത്ര കിട്ടി? 27 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും കിട്ടിയിരിക്കുന്നു. സിമ്പിൾ അല്ലേ? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ ഹാഫ് എച്ച് എ പ്ലസ് ബി ആണ്. ഹാഫ് എച്ച് എ പ്ലസ് ബി, ഹൈറ്റ് ഓഫ് ദി ട്രപ്പീസിയം ഹാഫ് എച്ച് എ പ്ലസ് ബി ആണ് എന്നും കൂടെ ഓർത്ത് വെക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ കലണ്ടർ 3 out of 4 numbers that falls in a square of a month are given below. ഓക്കെ. ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ. ഇവിടെ ഒരു മിസ്സിംഗ് നമ്പർ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ തന്നിരിക്കുന്നു. ഓക്കെ. ഡേയ്സിൻ്റെ കലണ്ടറാണ്. ഒരു കലണ്ടറിലെ ഡേയ്സ് ആണ് തന്നിരിക്കുന്നത്. കലണ്ടറിലെ ഡേയ്സ് നമുക്കറിയാം കൃത്യമായിട്ട് 7 ദിവസമാണ്. താഴെ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു കലണ്ടറിലാണെങ്കിൽ 3 ആണെങ്കിൽ കറക്റ്റ് 7 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും 10 വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 കഴിഞ്ഞിട്ട് 7 ഡേയ്സ്, 7 + 7 ആയിരിക്കും. എവിടെ? ഈ ഒരു മിസ്സിംഗ് സ്പേസിൽ വരുന്നത് അല്ലേ? അപ്പോൾ 7 + 2 എത്രയാണ്? 9 ആയിരിക്കും ഇവിടെ വരുന്ന സംഖ്യ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അതേപോലെ തന്നെ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എന്താണ് വന്നിരിക്കുന്നത്? ബൈ ടേക്കിംഗ് ദി ഫസ്റ്റ് നമ്പർ ഓഫ് എക്സ് ഇൻ ദി സ്ക്വയർ റൈറ്റ് ദി മിസ്സിംഗ് നമ്പർ. ഫസ്റ്റ് നമ്പർ എക്സ് ആണ്, സെക്കൻഡ് നമ്പർ x+1 വന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതേ രീതിയിൽ രണ്ടാമത് വന്നിരിക്കുന്നത് x+7 ആണ് അല്ലേ? x+7 ആകുന്ന സമയത്ത് x+1 കഴിഞ്ഞിട്ട് വീണ്ടും 7 കൂട്ടണ്ടേ? ഇവിടെ 7 ആണ് അല്ലേ? 1 ആഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയും 1 ആഡ് ചെയ്യണം അല്ലേ? x+1 + 7 ആണ്. ദാറ്റ് മീൻസ് x+8 ആയിരിക്കും മിസ്സിംഗ് നമ്പറായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? മിസ്സിംഗ് നമ്പറായിട്ട് വരുന്നത് ഏതാണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതും മനസ്സിലായല്ലോ. ആദ്യം കലണ്ടർ ആയിരുന്നു, രണ്ടാമത് അല്ലാത്തൊരു നമ്പറാണ് നമ്മളോട് തന്നിരിക്കുന്നത്. ഓക്കെ, 22nd ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഫോർ എനി 2 പോസിറ്റീവ് നമ്പേഴ്സ് xy, x - 1 × y - 1 = xy - x + y + 1. റൈറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം? ഫൈൻഡ് 29 × 49 യൂസിങ് ദ പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് 29 × 49 എന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് പറയാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് 29 നമുക്ക് 30 - 1 എന്നും എഴുതാം. അതേപോലെ 49 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 50 - 1 എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ x - 1 എന്താണ്? 30. എബോവ് പ്രിൻസിപ്പിളിലേക്ക് വരുന്നത്. എബോവ് പ്രിൻസിപ്പിൾ എന്താണ്? x - 1 × y - 1 which is equal to xy minus x plus y plus 1 ആണ്. which is equal to 29നെ 30 - 1 എന്ന് എഴുതാം. അതേപോലെ y - 1നെ 50 - 1 49 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ
എക്സ് വൈ എന്താണ് 30 × 50 അല്ലേ, 30 × 50 മൈനസ് എക്സ് പ്ലസ് വൈ എന്താണ്, എക്സ് എന്താണ് 30 ആണ്, 30 + 50 അല്ലേ, 50 + 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 30 × 50 എത്രയാണ്, 30 × 50 എത്രയാണ് ആൻസർ വരുന്നത്, 5 × 3 15, 1500 അല്ലേ, 1500 മൈനസ് 30 + 50 എത്രയാണ് 80 ആണ് അല്ലേ, 80 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 1500 മൈനസ് 81 അല്ലേ, 1500 മൈനസ് 81 വിച്ച് ഈസ് ഈക്വൽ ടു 1400 എത്രയാണ് വരുന്നത്, 1409 ആണോ വരുന്നത്, 1421 അല്ലേ, 21 ആണോ വരുന്നത്, 1419 ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. സിമ്പിളായിട്ടുള്ളൊരു ആൻസർ അല്ലേ. എങ്ങനെ നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് ക്ലിയർ ആയിട്ട് 50 എന്നെടുക്കുന്നു, 50യും 30യും എടുക്കുന്നു, -1 വെച്ച് 50 - 30 എന്ന രീതിയിലേക്ക് ആൻസറിനെ കൊണ്ടുവന്ന് ഈ പ്രിൻസിപ്പിളിൽ രീതിയിൽ വെച്ച് നമ്മൾ ചെയ്തു അല്ലേ. സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ബി ക്വസ്റ്റ്യൻ, ദി പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പർ ഈസ് 112 ആൻഡ് ദെയർ സം ഈസ് 23. ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പർ ജസ്റ്റ് ബിഫോർ ഈച്ച് അതർ. കുറച്ച് മുന്നേ ജസ്റ്റ് ബിഫോർ ഈച്ച് അതർ ഏതൊക്കെയാണ് ആ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ, എക്സ് വൈ ആണ് 112, എക്സ് വൈ 112 ആണ്. അതേപോലെ പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ജസ്റ്റ് ബിഫോർ ഈച്ച് അതർ ആണ്. സമ്മ് തന്നിരിക്കുന്നു, എക്സ് പ്ലസ് വൈ തന്നിരിക്കുന്നു, എത്രയാണ് തന്നിരിക്കുന്നത്, എക്സ് പ്ലസ് വൈ തന്നിരിക്കുന്നത് എത്രയാണ്, 23 ആണ്. ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ജസ്റ്റ് ബിഫോർ ഈച്ച്, അതായത് എക്സ് -1 വൈ -1 കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പ്രിൻസിപ്പിൾ നമുക്കറിയാം, എക്സ് -1 × വൈ -1 നമ്മൾ എത്രയാണ് നമ്മൾ ഇത് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ -1 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് നമുക്കിങ്ങനെ ഏതാ പ്രൊഡക്റ്റ് ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ് 112 ആൻഡ് ദെയർ ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നാച്ചുറൽ നമ്പർ ജസ്റ്റ് ബിഫോർ ഈച്ച് അതർ, അതായത് 23 - 1 അതേപോലെ തന്നെ 23 - 1 എക്സ് പ്ലസ് വൈ ആൻഡ് എക്സ് മൈനസ് വൈ ആണ്. ആ രണ്ട് നാച്ചുറൽ നമ്പേഴ്സും ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ. എക്സ് പ്ലസ് വൈ നമുക്കറിയാം 23 ആണ് അല്ലേ, എക്സ് വൈ 112 പ്ലസ് എക്സ് പ്ലസ് വൈ എത്രയാണ് 23 -1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ വരുന്നത്, 112 + 23, 112 + 22 ആണ് ആൻസർ അല്ലേ, 112 + 22 ആണ് ആൻസർ വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 4 3 1 134 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടിയല്ലോ. ബിഫോർ, ജസ്റ്റ് ബിഫോർ എന്ന് പറയുന്നത് എക്സ് -1 വൈ -1 ആണ്. നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു, ആൻസർ എത്തിക്കുന്നു. സിമ്പിൾ. ഈ ഒരു ആൻസർ എല്ലാവർക്കും അറിയാലോ. ഈ ഒരു പ്രിൻസിപ്പിൾ മറന്നു പോകാതെ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. 23ാമത്തെ ചോദ്യം, ദി പെരിമീറ്റർ ഓഫ് എ ക്ലാസ് റൂം ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 34 മീറ്റേഴ്സ് ആണ് നമ്മുടെ എന്ത് പെരിമീറ്റർ, ക്ലാസ് റൂമിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 34 m² ആണ്. അങ്ങനെയാണെങ്കിൽ വെൻ എ ഹാൾ ഈസ് മെയ്ഡ് വിത്ത് 5 times ദി ലെങ്ത് ആൻഡ് 3 times ദി ബ്രെഡ്ത്ത് ഓഫ് ദി ക്ലാസ് റൂം, പെരിമീറ്റർ ഈസ് 142 അല്ലേ. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ 2 × L+B ആണ് അല്ലേ. പെരിമീറ്റർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2L+B. പെരിമീറ്റർ എത്രയാണ്, 2 × L+B ആണ്. ഇവിടെ തന്നിരിക്കുന്ന പെരിമീറ്റർ ഓൾസോ ഇൻ ദി ഷേപ്പ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 34 cm ആണ്. 2L+B എന്താണ്, 34. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വന്നിരിക്കുന്നു വെൻ എ ഹാൾ ഈസ് മെയ്ഡ് വിത്ത് 5 times ദി ലെങ്ത്, ഹാൾ ഈസ് മെയ്ഡ് വിത്ത് 5 times ദി ലെങ്ത് ആൻഡ് 3 times ദി ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ഹാൾ ഉണ്ടാക്കി. എന്താണ് സംഭവിച്ചത്, പുതിയൊരു ഹാളിൽ എന്താണ് സംഭവിച്ചത്, 5 times ദി ലെങ്ത്, 5 times 5L ആണ്, പ്ലസ് ബ്രെഡ്ത്തിൽ എന്താണ് സംഭവിച്ചത്, 3 times ദി ബ്രെഡ്ത്ത്, 3B ബ്രെഡ്ത്ത്, ആൻഡ് ദി പെരിമീറ്റർ ഇസ് 142 ആയിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദി ലെങ്ത് ഓഫ് ദി ക്ലാസ് റൂം ഈസ് എക്സ് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് വൈ, ഓക്കെ, റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഡിനോട്ട് ദി സം ഓഫ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ക്ലാസ് റൂം. ഒരു ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരുന്നത്. എക്സും വൈ എന്ന രീതിയിലേക്ക് എഴുതുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം, ലെങ്ത് എക്സ് ആണ് 2 ×
5x പ്ലസ് 3y ഈക്വൽ ടു 142 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത്? 10x പ്ലസ് 6y ഈക്വൽ ടു 142 എന്ന് എഴുതാം. ഇക്വേഷൻ എന്താണ്? 10x പ്ലസ് 6y മൈനസ് 142 ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഇക്വേഷൻ. ഫൈൻഡ് ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ എന്താണ്? സം എന്താണ്? നമുക്ക് ഇക്വേഷൻ ഡിനോട്ട് ചെയ്യുന്ന സം എത്രയാണ്? 10x പ്ലസ് 6y മൈനസ് 142 ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ഇക്വേഷൻ വന്നിരിക്കുന്നത് അല്ലേ? സിമ്പിളായിരുന്നു. അങ്ങനെ അതിൻ്റെ ബി റൈറ്റ് ഇക്വേഷൻ ഡിനോട്ട് സം ഓഫ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ഹാൾ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ എക്സ് പ്ലസ് വൈ എന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് ചെയ്തു. എങ്ങനെയാണ് ഇത്? എക്സ് പ്ലസ് വൈ പ്ലസ് 6x പ്ലസ് 6x പ്ലസ് 3y മൈനസ് 142 ഈക്വൽ ടു 0 ആണ് എന്തിൻ്റെ ആൻസർ വരുന്നത്? ഡിനോട്ട് ചെയ്യുന്ന സമ്മിൻ്റെ ലെങ്ത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ക്ലാസ് റൂം. എല്ലും ബിയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 2l പ്ലസ് ബി ആണ് എത്ര? 2l പ്ലസ് ബി നമ്മൾ ഫൈൻഡ് ചെയ്ത് എത്രയാണ്? 2l പ്ലസ് ബി ആണ് 34. അതേപോലെ തന്നെ 5l പ്ലസ് 3b 2l പ്ലസ് ബി ആണ് 2l പ്ലസ് ബി ആണ് എന്ത്? 32. അതേപോലെ തന്നെ 2 ഇൻറ്റു 5l പ്ലസ് 3b ആണ് എത്ര? 142. നേരെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 10l പ്ലസ് 6b ഈക്വൽ ടു 142 എന്ന് എഴുതാം. അതേപോലെ തന്നെ 2l പ്ലസ് 2b ഈക്വൽ ടു 32 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ആയിരിക്കും കിട്ടുന്നത്? സെക്കൻഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷനാണ്. സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 5 2 ഇൻറ്റു 5 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 5 10l പ്ലസ് 5 10b ഈക്വൽ ടു 150 എന്ന് നമുക്ക് എഴുതാം അല്ലേ? തേർഡ് ഇക്വേഷനോട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്താൽ എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത്? 10l കൊടുത്താൽ 0 ആയി അല്ലേ? 10b 6b കൊടുത്താൽ എത്രയായി? 4b ആയി അല്ലേ? 4b ഈക്വൽ ടു 150 142 കുറച്ചാൽ എത്രയാണ്? 8 ആണ് അല്ലേ? 4b ഈക്വൽ ടു 8. അന്നേരം ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 8/4 ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? 2l പ്ലസ് ബി ആണ് 32. 2 ഇൻറ്റു ലെങ്ത്ത് നമ്മൾ ഓൾറെഡി കണ്ടില്ല. ബ്രെഡ്ത്ത് നമുക്കറിയാം. ബി എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2 ആണ്. 2 ഈക്വൽ ടു 32 നേരെ ഇക്വേഷനിലേക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 2l പ്ലസ് 4 ഈക്വൽ ടു 32 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2l ഈക്വൽ ടു 32 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 28 ആണ് അല്ലേ? അപ്പോൾ ലെങ്ത്ത് എത്രയാണ്? 28/2 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 14 വിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത്ത് 14. ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ക്ലിയർ ആയിട്ട് ഫൈൻഡ് ചെയ്തു. ഇക്വേഷൻ ഇട്ട് അതിൻ്റെ രീതിയിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈക്വൽ ടു 45 ഡിഗ്രി. ആംഗിൾ ഏത് തന്നിരിക്കുന്നു? 45 ഡിഗ്രിയാണ്. എ ബി ആൻഡ് സി ഡി ആർ പ്രിപ്പൻഡിക്കുലർ ടു ഈച്ച് അതർ. എ ബിയും സി ഡിയും പ്രിപ്പൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. എ ഡി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആൻഡ് ബി സി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. എ ഡി ഈ ഒരു ഏരിയ മാത്രം 4 സെൻറ്റിമീറ്ററും അതേപോലെ ബി സി ഈ ഒരു ഏരിയ മാത്രം 8 സെൻറ്റിമീറ്ററുമാണ്. ഫൈൻഡ് ആംഗിൾ എ സി ഡി. എ സി ഡി ഈ ഒരു ആംഗിൾ ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 45 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രിയാണ്. ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ സി ഡി ആണ് കണ്ടുപിടിക്കുന്നത്. എ സി ഡി എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്രയാണ്? 180 ഡിഗ്രി ആണെന്നറിയാം അല്ലേ? 180 ഡിഗ്രി മൈനസ് എ സി ഡി എത്രയാണ്? 90 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആംഗിൾ എ സി ഡി വിച്ച് ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 എത്രയാണ്? 90 ആണ് അല്ലേ? 90 മൈനസ് 45 ഡിഗ്രി. ആംഗിൾ എ സി ഡി എത്രയായിരിക്കും? എ സി ഡി എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? 45 ഡിഗ്രിയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ലെങ്ത് ഓഫ് സി ഡി ആൻഡ് ബി ഡി. സി ഡിയും ബി ഡിയും ഈ രണ്ട് ലെങ്ത്തും കൂടെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സി ഡി ആൻഡ് ബി ഡി
സി ഡി ആൻഡ് ബി ഡി. ഇവിടെ ഓൾറെഡി 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ആണ്. നമ്മളിത് കൃത്യമായിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 വന്നു. ഇവിടെ ഓൾറെഡി 8 ആണ്. ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടും. 45 ഡിഗ്രിയാണ്. ഇവിടെ ഓൾറെഡി 45. ഇവിടെ ഓൾറെഡി എത്രയാണ്? 45ഉം പ്ലസും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 90 ഡിഗ്രി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 45 ഡിഗ്രിയും കൃത്യമായിട്ട് ബൈസെക്റ്റും ചെയ്യുന്നു. അതുകൊണ്ട് 8 ആണെങ്കിൽ ഇവിടെയും എത്രയായിട്ട് വരേണ്ടതാണ്? 8 തന്നെ വരേണ്ടതാണ്. ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? ഐസോസെലസ് ട്രയാങ്കിൾ നമ്മൾ ഇവിടെ 8 തന്നെയല്ലേ വരുന്നത്? ഓക്കെ, 8ഉം 8ഉം വന്നു. ഇവിടെ ഒരു സ്ക്വയർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? 3 ആയിട്ടും വരും. കൃത്യമായിട്ട് പൈതഗോറസ് തിയറം വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ സിമ്പിൾ അല്ലേ? ആൻസറിലേക്ക് എത്തിപ്പെട്ടില്ലേ? 25ാമത്തെ ചോദ്യം. ഇൻ ദി ഫിഗർ ദി ലൈൻസ് എ സി ബി ഡി ആർ പെർപെൻഡിക്കുലർ ടു എ ബി. എ സി ആൻഡ് ബി ഡി ആർ പെർപെൻഡിക്കുലർ ടു എ ബി. ഓക്കെ, ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആകുന്നു. എ ബി പി ബി ഈസ് 2:1. 2:1 എന്ന റേഷ്യോയിലാണ് ഉള്ളത്. 2:1 എന്ന റേഷ്യോയിലാണുള്ളത്. പി സി ആൻഡ് പി ഡി, പി സിയും പി ഡിയും ഏത് റേഷ്യോയിലുണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? പെർപെൻഡിക്കുലറാണ്, ഓൾറെഡി പെർപെൻഡിക്കുലറാണ്. രണ്ട് ഇതും ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾ ആയിരിക്കും ഇതേ ആംഗിൾ വരുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? ഈ റേഷ്യോ തന്നെയായിരിക്കും ഈ റേഷ്യോ, വിച്ച് ഈസ് ഈക്വൽ ടു 2:1 എന്ന് നമുക്ക് എഴുതാൻ കഴിയുന്നു. ബി ക്വസ്റ്റ്യൻ എന്താണ്? എ ബി ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. എ ബി മൊത്തത്തിൽ 12 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നു. ആൻഡ് ദി ലെങ്ത് ഓഫ് പി എ ആൻഡ് പി ബി. പി എയും പി ബിയും കണ്ടുപിടിക്കാൻ. പി എയും പി ബി 2:1 എന്ന റേഷ്യോയിലാണ് അല്ലേ? 2:1 ആണ്. 12നെ 2:1 എന്ന റേഷ്യോയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? 12 ഇൻറ്റു എങ്ങനെയാണ് നമുക്ക് 2:1 എന്ന റേഷ്യോയിലേക്ക് നമുക്ക് ഇതാക്കാൻ പറ്റുക? 12 ഡിവൈഡഡ് ബൈ 2/1 അല്ലേ? 12 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 6 ആണ്. 6 ആണ്. അതുകൊണ്ട് എന്താണ്? 6/1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. പ്ലസ് 2:4 വിച്ച് ഈസ് ഈക്വൽ ടു 8ഉം 4ഉം എന്ന രീതിയിൽ 2:1 എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓൾറെഡി നമുക്കറിയാം 8 സെൻറ്റിമീറ്റർ ആണെന്നുള്ള കാര്യം അറിയാം. ഇവിടെ 8 സെൻറ്റിമീറ്റർ ആയിരിക്കും, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്നും മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് പി ഡി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. പി ഡി എന്നത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, പി ഡി എന്നത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചോദ്യം വന്നിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ലെങ്ത് ഓഫ് പി സി. പി സിയുടെ ലെങ്ത്, പി സിയുടെ ലെങ്ത് ആണ് ചോദിച്ചത്. 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു 8 സെൻറ്റിമീറ്റർ അല്ലേ? 2:1 റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തത്. ഓക്കെ, 26ാമത്തെ ചോദ്യം. ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 4 സെൻറ്റിമീറ്റർ. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോഴെന്താണ് അടുത്ത ചോദ്യം വന്നത്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? റേഡിയസ്, ഡയമീറ്റർ 4 ആണ്. റേഡിയസ് എന്താണ്? ഡയമീറ്റർ ബൈ 2 ആണ് റേഡിയസ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ അല്ലേ? d/2 ആണ് റേഡിയസ്, വിച്ച് ഈസ് ഈക്വൽ ടു 4/2, വിച്ച് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. സിമ്പിൾ. ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ, സർക്കിളിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നു? ഏരിയ എങ്ങനെയാണ്? πr² ആണല്ലേ? πr², വിച്ച് ഈസ് ഈക്വൽ ടു π ഇൻറ്റു r എത്രയാണ്? 2² ആണ്. 4π. സിമ്പിളായിട്ട് ഏരിയയും കണ്ടുപിടിച്ച്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 27th ക്വസ്റ്റ്യൻ. ഇഫ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് ഡബിൾ. നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് ഡബിൾ ചെയ്തിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് ഡബിൾ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടൈംസ് ഏരിയ ഓഫ് സർക്കിൾ ഇൻക്രീസസ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ, നമുക്ക് തന്നിരിക്കുന്ന റേഡിയസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണല്ലേ? തന്നിരിക്കുന്ന റേഡിയസ് എത്രയാണ്? ഓൾറെഡി തന്നിരിക്കുന്നത് ഡയമീറ്റർ 4 ആയതുകൊണ്ട് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ആർ ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ്. ഇഫ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് ഡബിൾഡ്, റേഡിയസ് ഡബിൾ ചെയ്തു, വിച്ച് മീൻസ് ആർ ഈക്വൽ ടു എത്രയ്ക്ക് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 + 2 ആണ്, അല്ലെങ്കിൽ 2 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആയിരിക്കും റേഡിയസ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഹൗ മെനി ടൈംസ് ദി ഏരിയ ഓഫ് സർക്കിൾ ഇൻക്രീസ്? അങ്ങനെയാണെങ്കിൽ πr², ഏരിയ ഈക്വൽ ടു πr², ന്യൂ ഏരിയ πr² ആണല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു
പൈ ഇൻറ്റു ഏരിയ എത്രയാണ് 16 ആവും. 4 ഇൻറ്റു 4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 16 പൈ ആവും. 16 പൈ ആവും. പഴയ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. പുതിയ ഏരിയ എത്രയാണ്? ഡബിൾ ആകുന്ന സമയത്ത് 16 പൈ ആണ്. 16 പൈ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ 2 എന്ന് കണ്ടുപിടിച്ച സമയത്ത് എത്രയായിരുന്നു നമുക്ക് വന്നിരിക്കുന്നത്? 4 പൈ ആയിരുന്നു അല്ലേ? ഓൾഡ് ഏരിയ, ന്യൂ ഏരിയ 4 പൈ ആയിരുന്നു. ന്യൂ ഏരിയ വന്നപ്പോൾ 16 പൈ. എത്ര ടൈംസ് ആണ്? 4 ടൈംസ് ആണ് അല്ലേ? ഹൗ മെനി ടൈംസ്? 4 ടൈംസ് എത്ര ചെയ്യുന്നു? ഏരിയ ഇൻക്രീസ് ഇൻ ഏരിയ ആണ് സംഭവിച്ചത്. 4 ടൈംസ് ഇൻക്രീസ് ഇൻ ഏരിയ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഏരിയ നമ്മുടെ റേഡിയസ് നമ്മൾ ഡബിൾ ചെയ്ത സമയത്ത് എന്താണ് സംഭവിച്ചത്? 6 എന്നുള്ളത് 4 ആവുന്നു, 4 16 ആവുന്നു. ഡബിൾ ചെയ്യുന്നു, 4 ടൈംസിലേക്ക് നേരെ ആദ്യത്തെ ഏരിയയിൽ നിന്ന് പോകുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, സിമ്പിൾ അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ. ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എക്സും വൈയും തന്നിരിക്കുന്നു. മോഡ് എക്സ് പ്ലസ് മോഡ് വൈയും മോഡ് എക്സ് പ്ലസ് വൈയും കാണാൻ. മോഡുലസ് എന്ന വാല്യൂ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? മോഡുലസ് വരുന്ന സമയത്ത് എന്താണ്? പോസിറ്റീവ് വാല്യൂസ് മാത്രമേ നമുക്ക് വരുള്ളൂ അല്ലേ? പോസിറ്റീവ് വാല്യൂസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് 4 പ്ലസ് മോഡ് ഓഫ് -5 വിച്ച് ഈസ് ഈക്വൽ ടു +5 അല്ലേ? മോഡ് ഓഫ് -4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 തന്നെയായിരിക്കും. അതേപോലെ തന്നെ മോഡ് ഓഫ് -5 എന്ന് പറഞ്ഞാൽ +5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4 + 5 = 9. പിന്നെ മോഡ് എക്സ് പ്ലസ് വൈ, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 4 + -5 എന്ന് പറഞ്ഞാൽ 4 - 5 വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് -1 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? -1ഉം -3 ആണ്. മോഡുലസ് ഓഫ് -1 എന്താണ്? 1 ആണ് അല്ലേ? അതേപോലെ തന്നെ മോഡുലസ് ഓഫ് -3 എന്താണ്? 3 ആണ്. 3 + 1 4 ആണ് ആൻസർ. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1ഓ? മോഡുലസ് ഓഫ് -1 പ്ലസ് -3 -1 -3 വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -4 വിച്ച് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, ടേബിൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? സിമ്പിളാണ് അല്ലേ? മോഡുലസ് വാല്യൂസ് വരുമ്പോൾ പോസിറ്റീവ് മാത്രം എടുക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ 28ാമത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. 28ാമത്തെ ചോദ്യം എന്താണ്? സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 5 cm, 6 cm, 9 cm. 3 സൈഡ് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ? പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ, സൈഡുകളുടെ പെരിമീറ്റർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അതെങ്ങനെയാണ്? ഫൈൻഡ് ദി ഏരിയയും കണ്ടുപിടിക്കാൻ പറ്റും. സൈഡ് പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? എസ് ഈക്വൽ ടു 6 + 5 + 9/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 + 5 + 9/2 എത്രയാണ് ആൻസർ വരുന്നത്? 15 5 20/2 വിച്ച് ഈസ് ഈക്വൽ ടു 10 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏരിയ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഏരിയ ഡിസ്റ്റൻസ് ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് എത്ര? 10 ആണ്. 10 ഇൻറ്റു എസ് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 6 ആണ്. 6 മൈനസ് 10 - 6 അല്ലേ? 10 - 6 ഇൻറ്റു ബി എത്രയാണ് തന്നിരിക്കുന്നത്? എത്രയാണ്? 10 - 5 ഇൻറ്റു 10 - 9 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്ര നമുക്ക് എഴുതാം? 10 ഇൻറ്റു 10 - 6 4 ആണ് അല്ലേ? 4 ഇൻറ്റു 10 - 5 5 ആണ് ഇൻറ്റു 10 - 9 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്ര എഴുതാം? 10 ഇൻറ്റു 4 ഇൻറ്റു 5 4 ഇൻറ്റു 5 20 ആണ്. 20 ഇൻറ്റു 10 എത്രയാണ്? 200. റൂട്ട് 200 ആണ് ആൻസർ. സിമ്പിൾ അല്ലേ? റൂട്ട് 200 അതിന് വേണമെങ്കിൽ സോൾവ് ചെയ്ത് വീണ്ടും എഴുതാൻ പറ്റും. ഏരിയ കണ്ടുപിടിച്ചല്ലോ റൂട്ട് 200 എന്ന്. സിമ്പിൾ അല്ലേ? റൂട്ട് 200 ആണ് നമ്മളെ ആൻസർ ആയിട്ട് വന്നത്. ഡിസ്റ്റൻസ് ഫോർമുല അതേപോലെ തന്നെ ഏരിയ കണ്ടുപിടിക്കാനുള്ള എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നത് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്കപ്പോൾ 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 times of a number added to 5 times of another number gives 86. 3 times of a number added to 5 times of another number. എക്സും വൈ എന്ന് പറയുന്ന 2 നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ 3 times of ഒരു നമ്പർ ആഡഡ് ടു 5 times of another number gives 86. ഓക്കെ, വെൻ 2 times of the second number, 2 times of the second number അതായത് 2y അല്ലേ, 2 times of the second number is subtracted from 4 times of the first number. 2 times of second number subtracted to 4 times of the first number gets times 4 times first number gets എത്രയാണ് കിട്ടുന്നത്? 28 കിട്ടുന്നു. ഓക്കെ,
ഫോം ഇക്വേഷൻസ് ബേസ്ഡ് ഓൺ ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഇക്വേഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്തു അല്ലേ. 3x + 5y = 86 എന്ന് ഫൈൻഡ് ചെയ്തു. അതേപോലെ 2y - 4x = 28 എന്ന് നമ്മൾ ഫൈൻഡ് വാട്ട് ആർ ദി നമ്പേഴ്സ്. ആ നമ്പേഴ്സ് എക്സും വൈയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും എക്സും വൈ. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനും അതല്ലെങ്കിൽ ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ നമുക്ക് സെക്കൻഡ് നമ്പറോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനോ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഈസി സെക്കൻഡ് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനും റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുക. 6 ആണ് വരുന്നത്. അപ്പോൾ 5ഉം 3y ആണ്, 4xും 3xും ആണ്. അപ്പോൾ എക്സും തമ്മിൽ ടാലി ആകുന്ന രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 4 ചെയ്യണം അല്ലേ. 4 ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 3 ആണ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് ചെയ്യുന്നു. സബ്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സിൻ്റെ വാല്യൂ കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? ടു ഫസ്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. വൈയുടെ വാല്യൂവും കിട്ടുന്നു. റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന്. 2 ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ആ 2 ഇക്വേഷനും ഈക്വൽ ആകാൻ വേണ്ടി കോമൺ ഫാക്ടേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സോൾവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇക്വേഷനിലേക്കോ സെക്കൻഡ് ഇക്വേഷനിലേക്കോ നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻസറിലേക്ക് എത്തുന്നത് സിമ്പിൾ. എക്സും വൈയും ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, ഈ ഒരു മെത്തേഡ് ക്ലിയർ ആയിട്ടും ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങളൊന്നും കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, 30ാമത്തെ ചോദ്യം എന്താണ്? ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ABC ആർ 10 cm, 8 cm, 6 cm. ആംഗിൾ A = ആംഗിൾ RPQ = 90 degree and angle B = angle PQR. If PR = 3 cm, what is the length of PQ? Okay. In the figure, sides triangle ABC are 10 cm, 8 cm, 6 cm. 10, 8, 6 ആണ്. ഓക്കെ, ആംഗിൾ A ആണ് 90 ഡിഗ്രി ആണ് കേട്ടോ. ആംഗിൾ RPQ ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. ആംഗിൾ B = PQR. ആംഗിൾ B = PQR. ഈ 2 ആംഗിളും ബൈസെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇഫ് PR = 3 cm, PR എന്ന് പറയുന്നത് 3 cm ആണ്. 3 cm ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് PQ? PQവിൻ്റെ ലെങ്ത്, PQ കൃത്യമായിട്ട് നോക്കുക. PQവിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും നമുക്ക് ഫൈൻഡ് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി ഈ ഫിഗർ ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കൂ. എങ്ങനെയാണ് നമുക്ക് PQവിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്? 3 cm ഓൾറെഡി തന്നിരിക്കുന്നു. പ്രിപ്പൻഡിക്കുലറി ബൈസെക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയും 6 cm ആയിരിക്കും നമുക്കറിയാം അല്ലേ. 8 cm ആണ്. 8 cm ആണ്. ഇവിടെയും 6 ആണ്. നമുക്ക് നേരെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? PQ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 6ഉം ഇവിടെ 8 ആണ്. 8 ആകുന്ന സമയത്ത് ഇവിടെ 3 ആയിരിക്കും വരുന്നത്. ഡയറക്റ്റ്ലി ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇവിടെ 3 ആയിരിക്കും വരുന്നത്. അപ്പോൾ എത്രയായിരിക്കും വരുന്നത്? 3 വന്നു അല്ലേ. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 5 ആയിരിക്കും ഇവിടെ വരുന്നത്. 6ഉം 5ഉം വന്നു. 6ഉം 5ഉം വന്നിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇവിടെ വരുന്നത്? 6 × 6 = 36. എത്രയായിരിക്കും വരുന്നത്? 4 ആയിരിക്കും അല്ലേ. ക്ലിയർ ആയിട്ട് മനസ്സിലല്ലോ. ഈ ഒരു ഏരിയയും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3 വരുന്ന സമയത്ത് ഇവിടെ 3 വരുന്നു. ബാക്കി 8 ആണ് ടോട്ടൽ. അങ്ങനെയാണ് ഇവിടെ 5 വരുന്നു. 6ഉം 5 പൈതഗോറസ് തിയറം വെക്കുമ്പോൾ ഇവിടെ 4 ആണ് വരുന്നത് അല്ലേ. സിമ്പിൾ. ആ ഒരു രീതിയിൽ നമ്മൾ ആൻസർ ക്ലിയർ ആയിട്ട് ഫൈൻഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ക്ലിയർ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന പിക്ചർ മനസ്സിലാക്കുക എന്നതാണ് ഉള്ള കാര്യം. 31ാമത്തെ ചോദ്യം ചെയ്യാലോ. എ സ്ക്വയർ ആൻഡ് 2 സെമി സർക്കിൾസ് ആർ ഡ്രോൺ. ഒരു സ്ക്വയറും ഒരു 2 സെമി സർക്കിളും വരച്ചിട്ടുണ്ട്. ഇതാ ഒരു സ്ക്വയർ നടുക്കുണ്ട്, അതേപോലെ 2 സൈഡിലും സെമി സർക്കിൾ ഉണ്ട്. ഓക്കെ, സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 6 cm. ഒരു സൈഡ് 6 cm ആണ്. ദാറ്റ് മീൻസ് ഇവിടെയും 6 cm ആണ്, ഇവിടെയും 6 cm ആണ്, ഇവിടെയും 6 cm ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സെമി സർക്കിൾ? സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്താണ് അല്ലേ. ഇതാണൊരു സെമി സർക്കിൾ തന്നിരിക്കുന്നത്. സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിട്ട് വരുന്ന ഈ നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ്. ദാറ്റ് മീൻസ് സെമി റേഡിയസ് എന്താണ് അപ്പോൾ വരുന്നത്? 6/2 ആയിരിക്കും. = 3 cm അല്ലേ. ഇതിൻ്റെ പകുതിയായിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി ഫിഗർ അപ് ടു ദി ഡെസിമൽ പ്ലേസസ് π = 3.14. ഓക്കെ, ഈ ഒരു സർക്കിളിൻ്റെ
നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്താണ് തന്നിരിക്കുന്നത്? ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഏരിയ ഓഫ് സ്ക്വയറും ഉണ്ട്, 2 സെമി സർക്കിളുണ്ട്. 2 സെമി സർക്കിളിൻ്റെയും ഒരേ രീതിയിലായതുകൊണ്ട് നമുക്കൊരു സർക്കിളിൻ്റെ ഏരിയ ആയിട്ട് നമുക്ക് അത് എടുക്കാൻ സാധിക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ടോട്ടൽ ഏരിയ ഈക്വൽ ടു, ടോട്ടൽ ഏരിയ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? ഏരിയ ഓഫ് സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് സർക്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ എത്രയാണ്? എ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് സർക്കിൾ എത്ര? പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്? നമ്മളിവിടെ 3 ആണ് അല്ലേ? 3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ 2 സെമി സർക്കിളും കൂടെ ചേർത്ത് ഒരു സർക്കിളായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 36 പ്ലസ് 9 പൈ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 36 പ്ലസ് 9 ഇൻറ്റു 3.14 ആണ്. നമ്മൾ ഡെസിമൽ പ്ലേസസ് അപ് ടു 2 ഡെസിമൽ പ്ലേസസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 ഇൻറ്റു 3.14 ഇൻറ്റു 9 വരെ നമ്മൾ ചെയ്യണം അല്ലേ? 4 ഇൻറ്റു 9 = 36, 6 3 9 4 ഇൻറ്റു 9 36, 6 3 1 ഇൻറ്റു 9 9 13 3 1 3 9 = 27 28 അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയാണ് ആൻസർ വരിക? 28.36 അല്ലേ? 36 പ്ലസ് 36.00 പ്ലസ് 28.36 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1441 64.36 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ടോട്ടൽ ഏരിയ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈ 2 സർക്കിളിൻ്റെയും, ഇത് ഒരു സെമി സർക്കിൾ, ഇതൊരു സെമി സർക്കിൾ, രണ്ടും കൂടെ ഒരു സർക്കിളായിട്ട് എടുക്കുന്നു. ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ വേറെ തന്നെയായിട്ട് നമ്മൾ കാണുന്നു, കൃത്യമായിട്ട് ആഡ് ചെയ്യുന്നു. 2 ഏരിയയും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ഏരിയ എത്രയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് 32ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാലോ. 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ ഫിഗർ ദി സൈഡ്സ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ ഈസ് 4/3 ടൈംസ് ഓഫ് ദി സൈഡ്സ് ഓഫ് സ്മോൾ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ 4/3 ടൈംസ് ആണ് താഴെയുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദി ലെങ്ത് ഓഫ് ബോത്ത് ദി സൈഡ്സ് ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഈസ് 9 സെൻറ്റിമീറ്റർ ആൻഡ് ഈസ് ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇൻ ദ ഫിഗർ ദി സൈഡ്സ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ 4/3 ടൈംസ് ദി, ഒരു സൈഡ് തന്നിരിക്കുന്നത് 9 ആണ്, അതിൻ്റെ 4/3 ടൈംസ് ആണ് എന്ത്? സ്മോൾ ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ 1/4 ടൈംസ് ആയിരിക്കും എന്ത്? എക്സ്ട്രാ ആയിട്ട് കൂടിയിട്ടുണ്ടാവും. 9ൻ്റെ 1/4 ആയിരിക്കും ഇവിടെ കൂടിയിട്ടുള്ളത് എന്ന് ക്ലിയർ ആയിട്ട് 9 ഇൻറ്റു 1/4 പ്ലസ് 9 ആയിരിക്കും ഇവിടുത്തെ ഈ ഒരു ലെങ്ത് എന്നുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്? അങ്ങനെയാകുമ്പോൾ ദി ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് സ്മോൾ ട്രയാങ്കിൾ ഈസ് 9 സെൻറ്റിമീറ്റർ ആൻഡ് ദി ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 6 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 6 ഇൻറ്റു 1/4 പ്ലസ് 6 ആയിരിക്കും ഈ ഒരു ഹൈറ്റ് ആയിട്ടും വരുന്നത് അല്ലേ? ഐഡിയ മനസ്സിലായല്ലോ കുട്ടികൾക്ക്? ഐഡിയ മനസ്സിലായല്ലോ? ആ രീതിയിൽ വരുന്ന ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് നമ്മൾ ഈ 9 1/4 പ്ലസ് 9 ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് ലോജിക്ക് ഉപയോഗിക്കേണ്ട ചോദ്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈൻ ദ ഹൈറ്റ് ഓഫ് ലാർജർ ട്രയാങ്കിൾ, ഹൈറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ? ഹൈറ്റിൻ്റെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്? 6 ഇൻറ്റു 1/4 പ്ലസ് 6 ആണ് എന്ത്? ഹൈറ്റും കണ്ടുപിടിക്കേണ്ട രീതി. അങ്ങനെയാകുമ്പോൾ ദി പെരിമീറ്റർ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇസ് 24 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് ലാർജർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യും? 1/4 അല്ലേ? വീണ്ടും പെരിമീറ്റർ ആകുന്ന സമയത്ത് എല്ലാം ക്ലിയർ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നതായത് 24ൻ്റെ 1/4 വെച്ചിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 6 ആണ് അല്ലേ? 6 ആണ്. 6 ഇൻറ്റു 4 ആണ് 24 പ്ലസ് 6 ചെയ്യുന്നു വിച്ച് ഈസ് ഈക്വൽ ടു 30 ആയിരിക്കും വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളിനി 33ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യം ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 30 സെൻറ്റിമീറ്റർ. തന്നിരിക്കുന്നു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ആൻഡ് ഇറ്റ്സ് ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു 36 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇഫ്
എക്സ് ഈസ് ദി ലെങ്ത് ആൻഡ് വൈ ഈസ് ദി ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ദെൻ എക്സ് പ്ലസ് വൈ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതുക. വിച്ച് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ 2l+b ആണ് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ നമ്മൾ എഴുതി ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ് എഴുതിയിരിക്കുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു 36 ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് LB ആണ് എത്ര? 36 ആണ്. ഓക്കെ, രണ്ടാമത്തെ ഇഫ് x ഈസ് ലെങ്ത് ആൻഡ് y ഈസ് ബ്രെഡ്ത്ത്. ഓക്കെ, ഓൾറെഡി അണ്ടർസ്റ്റുഡ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താണെങ്കിൽ 2x+y ആണ് എന്ത്? 30. അതേപോലെ തന്നെ xy ആണ് എന്ത്? 36. മീൻസ് x+y ഓൾറെഡി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു x+y എത്രയാണ്? 30/2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 15 ആണ് ആൻസർ. സിമ്പിൾ അല്ലേ? 15 ആണ് ആൻസർ. x+yയുടെ ആൻസർ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താണ് വന്നിട്ടുള്ളത്? ഫൈൻഡ് ദി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ വിത്ത് ഈച്ച് സൈഡ് 2 cm ഷോർട്ടർ ദാൻ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഒറിജിനൽ ട്രയാങ്കിൾ. ഒറിജിനൽ ട്രയാങ്കിളിനേക്കാളും 2 cm ഷോർട്ടർ ഇൻ ലെങ്ത് ആണ്. ലെങ്ത്തിൽ ഷോർട്ടർ എത്രയാണ്? 2 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ XY ആണ്. 2 cm ആണ്. ഒറിജിനൽ ട്രയാങ്കിളിനേക്കാളും 2 cm. ഒറിജിനൽ എത്രയാണ്? XY ആണ്. XY ഈക്വൽ ടു 36 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്ത് തരുന്നത് അല്ലേ. എക്സ് ഇൻറ്റു ഈച്ച് സൈഡ് 2 cm ഷോർട്ടർ ദാൻ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഒറിജിനൽ ട്രയാങ്കിൾ. അന്നേരം x-2 ആണ്. x-2 ആണ് ഇൻറ്റു y ഈക്വൽ ടു 36 എന്ന രീതിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? വൈക്ക് വന്ന വാല്യൂ എത്രയായിരിക്കും? XY - 2y ഈക്വൽ ടു 36 എന്ന് വരുന്നു അല്ലേ. XY - 2y ഈക്വൽ ടു 36 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ടൈംസ് ആണ്? 2 ടൈംസിനാണ് ബ്രെഡ്ത്തിനും മാറ്റം വന്നിട്ടുള്ളത് അല്ലേ. 2 ടൈംസ് തന്നെയാണ് മാറ്റം വന്നിട്ട് ഒറിജിനൽ ട്രയാങ്കിൾ വെച്ച് നോക്കുമ്പോൾ, ഒറിജിനൽ റെക്റ്റാങ്കിൾ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ വെൻ ഈച്ച് സൈഡ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 cm. ഓരോ സൈഡും 1 cm വീതം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? എക്സും വൈയും 1 cm വീതം ഇൻക്രീസ് ചെയ്ത് x+1 ഇൻറ്റു y+1 ഈക്വൽ ടു 36 ആണ്. അന്നേരം x+1നെയും y+1നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 36 ഇൻറ്റു 2 എന്ന രീതിയിലേക്ക് വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ പോകുന്നത്? ഓരോ സൈഡിൽ 2 എണ്ണം വെച്ച് ചെയ്യുന്ന സമയത്ത് 4 സൈഡിലും കയറുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 72 cm ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ഏരിയ ആയിട്ട്. പുതിയ ഏരിയ നമുക്ക് കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. 3 times a number added to 4 times another number gives 37. 3 times a number, 3 ടൈംസ് ഒരു നമ്പർ. 3 times a number added to 4 times another number gives 37. 2 times second number subtracted from 5 times the first number gives 27. Okay, what are the numbers? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. സെക്കൻഡ് 2 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു, സെക്കൻഡ് ഇൻറ്റു 2 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 4y മൈനസ് 10x ഈസ് ഈക്വൽ ടു 54 അല്ലേ. ഓക്കെ, മൈനസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് തേർഡ് ഇക്വേഷനാണ്. 3 - 1 ചെയ്താൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 4y മൈനസ് 10x ഈക്വൽ ടു 54 മൈനസ് എത്രയാണ്? 3x പ്ലസ് 4y ഈക്വൽ ടു 37 ആണ്. അപ്പോൾ എത്ര? 4yയും ക്യാൻസൽ ചെയ്യാം. മൈനസ് 10x, 3x മൈനസ് 10x എത്രയാണ് ആൻസർ വരുന്നത്? 3x പ്ലസ് 10x ഇസ് ഈക്വൽ ടു 13x ആണ്. 13x ഇസ് ഈക്വൽ ടു 54 മൈനസ് 37 എത്രയാണ് വരുന്നത്? ഈസ് ഈക്വൽ ടു 17. x ഈക്വൽ ടു 16/13 എന്ന രീതിയിലേക്ക് വരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 16/13 ആണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കിട്ടുന്നത്. അതേ വാല്യൂ നമ്മൾ നേരെ സെക്കൻഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 3 ഇൻറ്റു 16/13 പ്ലസ് 4y which is equal to 37, which means 4y which is equal to 37
മൈനസ് 3 ഇൻറ്റു 16/15 വിച്ച് ഈസ് ഈക്വൽ ടു y ഈക്വൽ ടു 37 മൈനസ് 3 ഇൻറ്റു 16/15 വെച്ച് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുന്നു ആൻസർ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 3 5 വെച്ച് പോകുന്നു അല്ലേ 6/5 എത്ര 16/5 എത്ര വരും 37 മൈനസ് 4.9 വെച്ച് ചെയ്യാം വിച്ച് ഈസ് ഈക്വൽ ടു 33 അല്ലേ 32.345 എന്ന രീതിയിലേക്ക് 32 നമുക്ക് ആൻസറിലേക്ക് കിട്ടുന്നു. ഓക്കെ, എക്സും വൈയും ക്ലിയർ ആയിട്ട് ഫൈൻഡ് ചെയ്ത് 2 ഇക്വേഷൻ എടുക്കുന്നു. ആ ഇക്വേഷനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് 1ഉം 2ഉം വെച്ച് തേർഡ് ഇക്വേഷൻ ഇൻറ്റു 2 വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്യുന്നു. വീണ്ടും മൂന്നാമത്തെ ഇക്വേഷനോട് ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് പോകുന്നു. സിമ്പിൾ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. 35ാമത്തെ ചോദ്യം. When the length of a rectangle is increased by 1 meter and the breadth is decreased by 1 meter, the area is decreased by 19 square meter. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈ ടേക്കിംഗ് ദി ലെങ്ത് ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ, നമ്മൾ ഇതേ ചോദ്യം മുന്നേ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എന്താ ചെയ്തിരിക്കുന്നത്? ബൈ ടേക്കിംഗ് ദി ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് റെക്ടാങ്കിൾ ആസ് എക്സ് ആൻഡ് ബ്രെഡ്ത്ത് ആസ് വൈ, റൈറ്റ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി സെക്കൻഡ് ഇക്വേഷൻ. അത് L-1 ഇൻറ്റു B-1 ഈക്വൽ ടു 19. അതാണ് ആ ഇക്വേഷൻ എഴുതേണ്ടത് അല്ലേ. 1 സെൻറ്റിമീറ്ററാണ് രണ്ടിനും നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. L-1 ഇൻറ്റു Y- അല്ലെങ്കിൽ B-1 ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 19 സ്ക്വയർ മീറ്റർ നമുക്ക് എഴുതാൻ പറ്റുന്നു. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. 36ാമത്തെ ചോദ്യം അല്ല, ബി ക്വസ്റ്റ്യൻ എന്താണ്? x+1 ഇൻറ്റു y-1 ഇസ്ക്കൽ ടു xy മൈനസ് എത്രയാണ്? xy മൈനസ് എത്രയാണ്? xy മൈനസ് നമുക്കറിയാം ആ ഇക്വേഷൻ x-1 ഇൻറ്റു y-1 x-1 ഇൻറ്റു y-1 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു xy മൈനസ് x+y-1 ആണ് ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് x-y ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 1 2 3 4 ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ ഇല്ലാത്തതുകൊണ്ടാണ് വിച്ച് ഈസ് ഈക്വൽ ടു x-y എങ്ങനെ നമുക്ക് ചെയ്യാം? x-y ഈക്വൽ ടു x-1 ഇൻറ്റു y-1 ആണ് ഇസിക്കൽ ടു x+y ആണ്. ഈ വൈന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇസിക്കൽ ടു x-y ഈക്വൽ ടു xy പ്ലസ് x-1 -1 ഇസിക്കൽ ടു xy പ്ലസ് x-2 എന്ന രീതിയിലേക്ക് നമുക്ക് ആൻസറിനെ എത്തിക്കാൻ കഴിയുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. 30. What is the increment in area of a new rectangle growth by decreasing the length of first triangle by y meter and increasing the breadth by 1 meter? ഇൻക്രീസിങ്ങും മറ്റും ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നിരിക്കുന്ന മാറ്റത്തെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ വെച്ച് കുറച്ച് സമയത്ത് ഏകദേശം 3 ടൈംസ് നമുക്കിത് മാറ്റം വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അങ്ങ് എഴുതി വെക്കുക, അത്രയേ ഉള്ളൂ. ആൻസർ സിമ്പിളാണ്. ഇൻക്രിമെൻറ്റ് ഏരിയയിൽ വന്ന മാറ്റമാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 36ാമത്തെ ചോദ്യം. 4 റൈറ്റ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ആസ് ഇൻ ദ ഫിഗർ. 4 റൈറ്റ് ട്രയാങ്കിൾസ് ഇതാ ഇങ്ങനെ ഫിഗർ എല്ലാവരും ഒന്ന് ക്ലിയർ ആയി നോക്കി. ഫിഗർ എല്ലാവരും കണ്ടല്ലോ. ഈ ഫിഗർ എന്ന രീതിയിലേക്ക് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ഓഫ് സ്മോളസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ? ഏറ്റവും ചെറിയ റൈറ്റ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ഇത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി 3 സൈഡ്സ് ഓഫ് ദി 4th റൈറ്റ് ട്രയാങ്കിൾ. 4ാമത്തെ റൈറ്റ് ട്രയാങ്കിൾ, അതായത് 1 2 3 4 4ാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ കണ്ടുപിടിക്കും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഹൈപ്പോട്ടൻസ് സ്മോളസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും ആൻസർ വരുന്നത്? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു അല്ലേ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട AB സ്ക്വയർ. AB എന്ന് നമ്മൾ എടുക്കുന്നു. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ് AB സ്ക്വയർ. AB എത്രയായിരിക്കും? √2 ആയിരിക്കും. ഇവിടെ √2 ആയിരിക്കും എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമ്മളോട് അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? √2 ആണേ നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദി ലെങ്ത് ഓഫ് 3 സൈഡ്സ് ഓഫ് ദി 4th റൈറ്റ് ട്രയാങ്കിൾ. 4th റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ഓൾറെഡി നമ്മൾ √2 എന്ന് ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. √2 നമുക്ക് ഈ 3 സൈഡ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ 3rd ട്രയാങ്കിളിനെ ഫൈൻഡ് ചെയ്യണം. അതേപോലെ തന്നെ 4th ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസും
കിട്ടേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ എത്രയാണ്, പൈതഗോറസ് തിയറം വെച്ച് നോക്കുകയാണെങ്കിൽ √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. ഇത് എ ബി നമ്മൾ ഫൈൻഡ് ചെയ്തു, സി ഡി ഇ എന്ന് നമ്മൾ എടുക്കുന്നു. എ സി സ്ക്വയർ ഈസിക്കൽ ടു 2 + 1 ഈസിക്കൽ ടു എ സി സ്ക്വയർ. എ സി ഈക്വൽ ടു √3. എ സി ഫൈൻഡ് ചെയ്തു √3 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡി എത്രയായിരിക്കും, എ ഡി ഈക്വൽ ടു എ ഡി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √3 സ്ക്വയർ √3 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. ഈസിക്കൽ ടു 3 + 1 4 ആണ് എ ഡി സ്ക്വയർ. അപ്പോൾ എ ഡി എന്തായിരിക്കും, √4 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ്. എ ഡി 2 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, എ ഇ ആണ് അല്ലേ. എ ഇ ആണ് കണ്ടത്. എ ഇ കണ്ട എത്രയായിരിക്കും വരുന്നത്, എ ഡി സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ, 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 + 1 5 സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു 25 ആണ്. എ ഡി ഈക്വൽ ടു 5 ആയിരിക്കും, √25 5 ആയിരിക്കും ആൻസർ. അപ്പോൾ ഈ 4 ആൻസറുകൾ 2 1 5 ആയിരിക്കും. ഈ ലാസ്റ്റ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും സിമ്പിളായിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സിമ്പിളാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 37th ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ ദ ഫിഗർ സി ഡി ഈസ് പാരലൽ ടു ഇ എഫ് ആൻഡ് ബി സി ഈസ് പാരലൽ ടു ഡി ഇ. എ ഡി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആൻഡ് എ എഫ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് സി ഡിയും പാരലായിരിക്കുന്ന ഏതിനോടാണ്, സി ഡി ഈസ് പാരലൽ ടു ഇ എഫ് അല്ലേ. ഇ എഫ് ഇതും പാരലാണെന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് എ ഡി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. എ ഡി 10 സെൻറ്റിമീറ്റർ ആണ്. എയും ഡിയും 10 സെൻറ്റിമീറ്റർ ആണ്. എ 4 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് എഫ് ഡി എത്രയായിരിക്കും, 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, എഫ് ഡി എത്രയാണ്, 6 സെൻറ്റിമീറ്റർ. ടോട്ടലി ഫൈൻഡ് ചെയ്താൽ 6 സെൻറ്റിമീറ്റർ. എ ഇ ആൻഡ് ഇ സി എത്രയായിരിക്കും, എ ഇയും അതേപോലെ തന്നെ ഇ സിയും എത്ര പെർസെൻറ്റേജ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എത്രയായിരിക്കും, ഇവിടെ 4 ആണ്, ഇവിടെ 6 ആണ്. 4ഉം 6ഉം ആണെങ്കിൽ ഇത് പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതും പാരലാണെങ്കിൽ 4ഉം 6ഉം ആണെങ്കിൽ 4:6 തന്നെയായിരിക്കും. 4/6 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 2:3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ ലെങ്ത് എഫ് ഡി നമ്മൾ ഫൈൻഡ് ചെയ്തു ഓൾറെഡി. എത്രയാണ്, 6 ആണെന്നുള്ളത്. 6 4 ഈ സെൻറ്റിമീറ്റർ ഓൾറെഡി നമുക്കറിയാം എത്രയാണ്, 4 തന്നെയാണ്. 6 + 4 + 6 തന്നെയാണ്. 6 + 4 + 6 എത്രയാണ്, 16 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ എ ബിയുടെ ലെങ്ത്തും നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, 38th ക്വസ്റ്റ്യൻ. വെൻ catch of 2 numbers are increased by 1, their product becomes 1581, and when each number is decreased by 1, the product becomes 1421. What are the product of the numbers? കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് എഴുതേണ്ടത്, 2 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് വരുന്നത്, പ്രൊഡക്റ്റ് വരുന്നത് 1582. എക്സ് വൈ ഈക്വൽ ടു 1581 ആൻഡ് ഈച്ച് നമ്പർ ഡിക്രീസ് ബൈ 1 1421 എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെയാണ് എഴുതുക, ആ രണ്ട് സംഖ്യ നമുക്കറിയാം. എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 എന്നൊരു നമ്മൾ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നേരെ എക്സ് വൈ എന്താണ് തന്നിരിക്കുന്നത്, 1581 ആണ്. അതേപോലെ തന്നെ എന്താണ് പ്രൊഡക്റ്റ് തന്നിരിക്കുന്നത് എത്രയാണ്, 1421 ആണ്. ആഡ് ചെയ്യുന്നു, നേരെ പ്രിൻസിപ്പിൾ ചെയ്യുന്നു, ആൻസറിലേക്ക് പോകുന്നു. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് വെച്ച് ചെയ്ത് എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞ ഫോർമുല വെച്ചിട്ട്. അങ്ങനെ ആകുമ്പോൾ 39th ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരുന്നത്, സമ്മം ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഡ്രോ ദി സർക്കംഫറൻസ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സർക്കംഫറൻസ് അല്ല പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 7 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ. 7 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ നമ്മളെങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ്, ഏറ്റവും വലുത് എത്രയാണ്, 7 സെൻറ്റിമീറ്റർ ആണ്. 7 സെൻറ്റിമീറ്റർ നമ്മൾ റൂളറിൽ കൃത്യമായിട്ട് 7 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. 7 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. നമ്മളുടെ കോമ്പസിൽ ക്ലിയർ ആയിട്ട് റൂളറിൽ എന്ത് ചെയ്യുന്നു, 6 സെൻറ്റിമീറ്റർ ആഡ് ചെയ്യുന്നു. 6 സെൻറ്റിമീറ്റർ ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റ് വെച്ച് ക്ലിയർ ആയിട്ടൊരു ആർക്ക് വരയ്ക്കുന്നു.
വരച്ചു. അതേപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അടുത്ത ആർക്ക് വരുന്നു 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണേ, 6 സെൻറ്റിമീറ്റർ നേരെ കണക്ട് ചെയ്യുന്നു. സിമ്പിൾ കഥ, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഈ ഒരു ആൻസർ നമുക്ക് വരയ്ക്കാൻ എഴുതാനും ക്ലിയർ ആയിട്ട് പറ്റുമല്ലോ. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ഫിഗർ O ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഇൻ ദ ഫിഗർ എല്ലാവരും കാണുന്നുണ്ടല്ലോ. O ആണ് ഈ ഒരു ഫിഗറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ട്രയാങ്കിൾ AOC ഈസ് ഇക്വിലാറ്ററൽ. AOC ഇക്വിലാറ്ററൽ, 3 സൈഡ് ഈക്വൽ ആണ്. ദി പോയിന്റ് A ഡിനോട്ട്സ് ദി നമ്പർ -2. പോയിന്റ് A ഡിനോട്ട്സ് ദി നമ്പർ -2 ആണ്. ഓക്കെ, 0 -2 ആണ്. ഓക്കെ, ദി നമ്പർ പോയിന്റ് ഡിനോട്ട്സ് ദി -2 നമ്പർ ലൈൻ ആൻഡ് ദി പോയിന്റ് B ഡിനോട്ട്സ് 10. പോയിന്റ് B ഡിനോട്ട്സ് 10 ആണ്, നമ്പർ ലൈൻ ആണ്. ഓക്കെ, നമ്പർ ലൈൻ വിച്ച് നമ്പർ ഡിനോട്ട്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ? -2 ആണ് കേട്ടോ. ഇതേതാണെന്ന് നോക്കണം. ഇങ്ങനെ ഒരു നമ്പർ ലൈൻ ഉണ്ട്, ഒരു നമ്പർ ലൈൻ ഉണ്ട്. -2, -1, 0, 1, 2, 3 അപ് ടു 10 വരെ പോകുന്നത്. 0യിൽ വരുന്നത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. AB-യുടെ ലെങ്ത്തോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. -2 മുതൽ 10 വരെയാണുള്ളത്. -2 മുതൽ 10 വരെ കൊടുക്കുന്ന സമയത്ത് എത്രയായിരിക്കും അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത്? പോയിൻറ്റ്സ് എത്രയായിരിക്കും വരുന്നത്? 12 പോയിൻറ്റ്സ് ആയിരിക്കും വരുന്നത് അല്ലേ. -2 മുതൽ 10 വരെ 12 പോയിൻറ്റ്സ്. 12ൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 6 ആണ് വരുന്നത്. റേഡിയസ് വരുന്നത് 6 ആണ്. അപ്പം മിഡ് പോയിൻ്റ് ആണ് O വരുന്നത് അല്ലേ. O വരുന്നത് മിഡ് പോയിൻ്റ് ആണ്. ആ സമയത്ത് O വരുന്ന മിഡ് പോയിൻ്റ് 6 ആണ് വരുന്നത്. അങ്ങനെയാവുമ്പോൾ സെൻറ്ററിൽ എത്രയായിരിക്കും വരുന്നത്? ഡിനോട്ട് ചെയ്യുന്നത് എത്രയായിരിക്കും? സെൻറ്റർ ഡിനോട്ട് ചെയ്യുന്നത് എത്രയായിരിക്കും? സെൻറ്റർ എത്രയായിരിക്കും വരുന്നത്? -2 ഉണ്ട്. 6 - 2 അല്ലേ. 6 - 2 എത്രയാണ്? 4 ആയിരിക്കും സെൻറ്ററായിട്ട് വരുന്നത്. 4 ആയിരിക്കും. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഡയമീറ്റർ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തു അല്ലേ. 12 ആണ് ഡയമീറ്റർ. 12 പോയിൻറ്റ്സ് ആണുള്ള ഡയമീറ്റർ 12 ആണെന്ന് ഫൈൻഡ് ചെയ്തു. അതേപോലെ തന്നെ റേഡിയസ് എത്രയാണ്? 6 ആണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് 1 സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. ഒരു സൈഡ് ഫൈൻഡ് ചെയ്യാൻ പറയാം. ഒരു സൈഡാണ് ഓൾറെഡി എന്ത് AO, റേഡിയസ് നമ്മൾ 6 ആണെന്ന് ഫൈൻഡ് ചെയ്തു. സിമ്പിൾ. നമ്മുടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ക്ലിയർ ആയിട്ട് ലോജിക്ക് വെച്ച് തന്നെ ചിന്തിക്കുന്നത് ശരിയായിരിക്കും. ഓക്കെ, നമ്മൾ 41st ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫ്രം ദി 4 കോർണേഴ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് എ സൈഡ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ഉള്ള റെക്റ്റാങ്കിൾ ആയിരുന്നു. അതിൻ്റെ 4 സൈഡിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്തു. കട്ട് ഓഫ് എത്രയാണ്? ഓരോ സെൻറ്റിമീറ്റർ അല്ലേ. സെയിം സൈസ് ആൻഡ് ദി ടാപ്സ് ആർ മിക്സപ്പ് ഇൻ എ ബോക്സ്. ഒരു ബോക്സ് ആക്കാൻ വേണ്ടി 4 സൈഡും കട്ട് ചെയ്തു. ഡിനോട്ട് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് സ്ക്വയേഴ്സ് ആസ് സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് റൈറ്റ് ദി ലെങ്ത് ഓഫ് ദി 3 എഡ്ജസ് ഓഫ് ദി ബോക്സ് ഇൻ ദ ടേംസ് ഓഫ് എക്സ്. ഇൻ ദ ടേംസ് ഓഫ് എക്സിൻ്റെ ടേംസിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 5നോട് ഇവിടെ ഒരു ഇത് കട്ട്, സ്മോൾ ഏരിയ ഓഫ് സൈസ് ഇസ് കട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സെൻറ്റിമീറ്റർ എക്സ് ആണ് കട്ട് ചെയ്തത്. എക്സ് എല്ലായിടത്തു നിന്നും എക്സ് ആണ് കട്ട് ചെയ്തത്. എക്സ് 6 ആണ്. അപ്പോഴെന്താണ്? ഏരിയയിൽ വരുന്ന മാറ്റമല്ലേ പറഞ്ഞിരിക്കുന്നത്. ലെങ്ത്ത് ഏരിയയിൽ വരുന്നിരിക്കുന്ന മാറ്റം എന്താണ്? ഓരോ സൈഡിലും വന്നിരിക്കുന്ന മാറ്റം എന്താണ്? ലെങ്ത്തിൽ വന്ന മാറ്റം എന്താണ്? ഒരു സൈഡിൽ ലെങ്ത്തിൽ എത്രയാണ് മാറ്റം വന്നത്? 5 - എക്സും കട്ടെ 2x അല്ലേ. ബ്രെഡ്ത്തിൽ വന്നതോ 6 - x + x 2x. ലെങ്ത്തും ബ്രെഡ്ത്തിലും വന്നത് 5 - 2x 6 - 2x ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയായിരിക്കും വരുന്നത്? ന്യൂ ഏരിയ എത്രയായിരിക്കും? 5 - 2x ഇൻറ്റു 6 - 2x ആയിരിക്കും ആൻസർ ഏരിയ ആയിട്ട് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ആൻസർ. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദി ജനറൽ ഫോം ഓഫ് ദി പോളിനോമിയൽ വിച്ച് റെപ്രസെൻറ്റ് ദി വോളിയം ഓഫ് ദി ബോക്സ്. വോളിയമാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഹൈറ്റാണ് വോളിയം. L × B × H അല്ലേ. റെക്റ്റാങ്കുലർ ബോക്സാണ്. L × B × H. അപ്പോൾ ഹൈറ്റിലും എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ അവിടെയും ഉണ്ടാവും. അപ്പം x - 4 ഇൻറ്റു y - 4 ഇൻറ്റു z - 4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു L - 4 ഇൻറ്റു B - 4 ഇൻറ്റു H - 4 മൾട്ടിപ്ലൈ ചെയ്യുന്ന പോളിനോമിയൽ കിട്ടുന്നു. സിമ്പിളല്ലേ. 3 ഇതിൽ പോളിനോമിയൽ നമുക്ക് കിട്ടും. സിമ്പിളായി. എല്ലാത്തിനും 2 x 2 ടൈംസ് x ആണ് നമ്മൾ മൈനസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ,
പെരിമീറ്റർ ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഈസ് 60 സെൻറ്റിമീറ്റർ. 4 സൈഡും കൂടെ 60 സെൻറ്റിമീറ്റർ ആണ്. ഒരു സൈഡിൽ എത്ര ആയിരിക്കും? 20 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദി ഇക്വലേറ്റർ ട്രയാങ്കിൾ? ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? നമുക്കറിയാം എത്രയായി? 30/60/3 ആയിരിക്കും. എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ഇക്വലേറ്റർ. ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഏരിയ എത്രയാണ്? എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി വിച്ച് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എസ് മൈനസ് എ എത്രയാണ്? 10 ആണ് അല്ലേ? 10 മൈനസ് ഓരോ 60 ആണ്. എസ് പ്ലസ് വൈ പ്ലസ് സെഡ് എത്രയാണ്? 60 ആണ്. 60/2 എത്ര? 30 മൈനസ് 10 എത്രയാണ്? എത്ര തന്നിരിക്കുന്നത്? 30 മൈനസ് 10 എത്രയാണ്? 20 ആണ് അല്ലേ? റൂട്ട് ഓഫ് 30 ഇൻറ്റു 20 ഇൻറ്റു 20 ഇൻറ്റു 20 ആണ്. 2 ഇൻറ്റു 4 ഇൻറ്റു 8 8 ഇൻറ്റു 3 8 ഇൻറ്റു 3 = 24. റൂട്ട് 2400 ആണ് ആൻസർ വരുന്നത്. റൂട്ട് ഓഫ് 2400 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പെരിമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ 2 small circles are drawn with half of the diameter. 2 small circles are drawn with half of the diameter and 1/3 of the diameter of the large circle and the diameter of the larger circle is 12 centimeter. Larger circle diameter എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. ലാർജർ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നു ഇൻ ദ ഫിഗർ 2 സർക്കിളാണ്. അതിൽ ആദ്യത്തെ സർക്കിളിൻ്റെ 1/3 ആണ് സെക്കൻഡ് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. 1/3 എന്ന് പറയുമ്പം 12/3 ആയിരിക്കും. 12/3 എന്ന് പറയുമ്പം ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും ഡയമീറ്റർ. സ്മോളർ സർക്കിളിൻ്റെ ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ചോദ്യം വന്നിരിക്കുന്നു വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ലാർജ് സർക്കിൾ? ലാർജ് സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? ഏരിയ ഈസ് ഈക്വൽ ടു πr² അല്ലേ? ഏരിയ πr² ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു റേഡിയസ് എത്ര? ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 6 ആണ്. π × 6² വിച്ച് ഈസ് ഈക്വൽ ടു 36 π ആയിരിക്കും ഏരിയ ഓഫ് ലാർജർ. അങ്ങനെയാണ് ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ എത്രയായിരിക്കും? ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു πr² തന്നെ വിച്ച് ഈസ് ഈക്വൽ ടു π × റേഡിയസ് എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഈക്വൽ ടു 2² വിച്ച് ഈസ് ഈക്വൽ ടു 4 π ആണ് സ്മോളർ സർക്കിളിൻ്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡഡ് റീജിയൻ്റെ എത്രയായിരിക്കും? ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എത്രയായിരിക്കും? ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ടോട്ടൽ ഏരിയ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ടോട്ടലിൻ്റെ ഏരിയനോട് ഈ ഒരു ഏരിയ മാത്രം കുറയ്ക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ടോട്ടൽ ഏരിയ എത്രയാണ് വന്നിരിക്കുന്നത്? 12 സെൻറ്റിമീറ്റർ ആണ് വന്നിരിക്കുന്നത് അല്ലേ? 12ൻ്റെ ഡയറക്റ്റായിട്ട് വരുന്ന സമയത്ത് എത്രയാണ്? ഈ രണ്ട് സർക്കിളിൻ്റെ ഏരിയയും നമ്മൾ ടോട്ടൽ ഏരിയനോട് നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാവുമ്പോൾ 12 × 4 = 24 ആണ്. 12 × 3 = 36 ആണ്. 36ൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 36ൻ്റെ പകുതിയാണ് ഇവിടുത്തെ നമ്മുടെ റേഡിയസ് ആയിട്ട് വരുന്നത് അല്ലേ? 36ൻ്റെ പകുതി എത്രയാണ്? 18 ആണ്. അപ്പോൾ π × റേഡിയസ് എത്രയാണ്? 18² ഈസ് ഈക്വൽ ടു 324 π. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു എത്രയാണ്? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ 324 π മൈനസ് 36 π മൈനസ് 4 π വിച്ച് ഈസ് ഈക്വൽ ടു 32 π. 324നോട് 32 π കുറയ്ക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു 324 π മൈനസ് 32 π വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ? ഷെയ്ഡഡ് റീജിയൻ്റെ ആൻസർ എത്രയായിരിക്കും? അപ്പോൾ 32 കൊടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 292 π ആയിരിക്കും ആൻസർ. പൈയുടെ 22/7 വെച്ചിട്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ 3.14 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തോ ആൻസറിലേക്ക് എത്താവുന്നതാണ്. കുഴപ്പമില്ല. അല്ലെങ്കിൽ പൈ വെച്ച് എഴുതിയാലും മതി. സീനില്ല. ഓക്കെ, അപ്പം 43rd ക്വസ്റ്റ്യനിൽ ഇതേപോലെ തന്നെ 2 അൺഷെയ്ഡഡ് പോർഷൻസിൻ്റെ കാര്യം എഴുതുകയാണെങ്കിൽ ഉള്ളിലുള്ള ഷെയ്ഡ് ചെയ്യാത്ത ഏരിയയുടെ കാര്യം ക്ലിയർ ആയിട്ട് ഫൈൻഡ് ചെയ്യുന്നു. സർക്കിൾ ആണെങ്കിൽ സർക്കിൾ, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്തതിന് ശേഷം ഒറിജിനലായിട്ട് കണ്ടുപിടിച്ച് ആ അൺഷെയ്ഡഡ് പോർഷൻ സബ്സ്ട്രാക്ട് ചെയ്ത ഷെയ്ഡഡ് ആയിട്ടുള്ളതിൻ്റെ ഏരിയ ക്ലിയർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, 2 സർക്കിളിൻ്റെ ഏരിയയും നമ്മൾ കണ്ടു. അതേപോലെ തന്നെ 2ൻ്റെ റേഡിയസും 2 സർക്കിളിൻ്റെ സ്മോൾ സർക്കിളിൻ്റെ റേഡിയസും നമ്മൾ കണ്ടു. ഓക്കെ, ഈ സെഷനിൽ നമ്മൾ ഏകദേശം 43 ക്വസ്റ്റ്യൻസാണ്. സബ് ക്വസ്റ്റ്യൻ എല്ലാം കൂടെ ഏകദേശം ഒരു 75 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആൻസർ ക്വസ്റ്റ്യൻ എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്തത്. കംപ്ലീറ്റ് ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ നിങ്ങൾക്ക് ആൻസേഴ്സ് അറ്റൈൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്.
കൂടുതലായിട്ട് എഴുതുകയും കാര്യങ്ങൾ വർക്കൗട്ടും ചെയ്യുന്നതനുസരിച്ച് ഒരുപാട് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കൗട്ട് ചെയ്യുക. ഓരോന്നും മനസ്സിലാക്കാത്തത് വീണ്ടും ചെയ്യുക. നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യുക. അടുത്ത എക്സാമിന് എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.